ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കംപ്ലയിൻറ്റ്, ജോബ് കാർഡിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഒന്ന് നമുക്ക് ഫ്രണ്ട് വെട്ടൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല അടി വരുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് തന്നെ ഫ്രണ്ട് വെട്ടലിൻ്റെ കംപ്ലയിൻറ്റ് ടയറുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ടയർ മാറ്റുന്ന ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ടയർ ഒട്ടും ഗ്രിപ്പ് ഇല്ലതുകൊണ്ടോ. അപ്പോൾ മാക്സിമം ഫുള്ള് തീർന്നതാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് ആ ബുഷ് സെറ്റിൻ്റെ അടി വന്നതെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് അടി വന്നത് ബുഷ് സെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഒക്കെ നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നിട്ടുണ്ട്. ഈ ബുഷൊക്കെ തേഞ്ഞ് പോയി കാണും കേട്ടോ. അപ്പോൾ നമുക്ക് ബുഷ് സെറ്റ് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അത് കൂടാതെ കൊണ്ട് നമുക്കതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിനും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ബെയറിങ്ങും ഡാമേജിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് കുഷൻ അസംബ്ലി, ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ഈ സൈഡൊക്കെ സ്ലീവ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോഡ് ഇന്ന് അടിച്ചിട്ടാണ് സംഭവിച്ചത് കേട്ടോ. അപ്പം നിലവിൽ പ്രശ്നമില്ല എങ്കിൽ കൂടി നമുക്കിപ്പോൾ തൽക്കാലം ബുഷ് മാറ്റിയാലും മതി. പക്ഷേ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് നിലവിലുണ്ട് അതിന്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിൻ്റെ ബ്രേക്കിൻ്റെയൊക്കെ ആയാലും അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ഔട്ട് വലിയ ടൈറ്റായിട്ടുണ്ട്. കോമ്പി ബ്രേക്കിൻ്റെ കേബിളാണ്. ഈ നോക്കുമ്പോൾ ഈ രണ്ട് കേബിളും ഒരേ ലെങ്ത്തിൽ നിൽക്കേണ്ടതാണ്. ഇത് ഔട്ടർ വലിഞ്ഞുകൊണ്ടാണ് ഈ കേബിൾ ഇത്രയും കയറി നിൽക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ജാം ആവാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് നിൽക്കുന്നത്, പരമാവധി അഡ്ജസ്റ്റ് നിൽക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഈ സർവീസിലൊക്കെ വേണമെങ്കിൽ ഈ കൂട്ടത്തേക്ക് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയിടാം. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഗ്യാപ്പ് പോലെ അതൊക്കെ ഒന്ന് നോക്കി അതൊന്ന് ക്ലിയർ ചെയ്യിച്ചത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ മാറ്റുന്നത് ഫ്രണ്ട് ടയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് മാറുന്നുണ്ട്. ബുഷ് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലിങ്കിൻ്റെ ബുഷ് മാറുന്നുണ്ട്, ഫ്രണ്ടിൽ വന്ന കുഷൻ അസംബ്ലിയുടെ ആ ഗ്രീൻ ടൈപ്പ് ബുഷ് മാറുന്നുണ്ട്, ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് മാറുന്നു. ഇത്രയും കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഒന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ നമ്മളുടെ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ സർവീസ് കാറ്റലോഗൊക്കെ നമുക്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർവീസ് വേണ്ട പാർട്സ്, അത്യാവശ്യം പാർട്സുകളുടെയൊക്കെ ഡീറ്റെയിൽസ്, റേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ സർവീസ് ചാർജിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ നൽകുന്ന സർവീസുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ട്. അതൊന്ന് കയറ്റി നോക്കിക്കഴിഞ്ഞാൽ കാറ്റലോഗിൽ ഫുൾ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട പീരിയോഡിക് സർവീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് പറ്റും, പാർട്സുകളുടെ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതും ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ധാരണ കിട്ടും അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിൽ തരാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.